ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ജനപങ്കാളിത്തത്തോടെ മാത്രമേ ഫലപ്രദമായ ജലവിഭവ പരിപാലനം സാധ്യമാക്കൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 97% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി വെള്ളിയാഴ്ച വരെ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. തീർത്ഥാടകർക്ക് അധികം കാത്തുനിൽക്കാതെ ദർശനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 56ാമത് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ ഗോവയിൽ തുടക്കം. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനപങ്കാളിത്തത്തോടെ മാത്രമേ ഫലപ്രദമായ ജലവിഭവ പരിപാലനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങളും ആദ്യ ജലസഞ്ജയ് ജൻഭാഗീദാരി അവാർഡുകളും ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജലസംരക്ഷണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ജലത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. मुझे ये जानकर प्रसन्नता हुई है कि पिछले वर्ष शुरू किए गए जल संचय जन भागीदारी कार्यक्रम के तहत 35 लाख अधिक ग्राउंड वाटर रिचार्ज स्ट्रक्चर्स का निर्माण किया जा चुका है. सर्कुलर वाटर इकोनॉमी की प्रणालियों को अपनाकर सभी इंडस्ट्रीज तथा अन्य स्टेक होल्डर्स जल संसाधन का प्रभावी उपयोग कर सकते हैं. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിലെ മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം കണ്ണൂർ പായം പഞ്ചായത്തും സ്കൂൾ വിഭാഗത്തിലെ പുരസ്കാരം തിരുവനന്തപുരം മഹാത്മാഗാന്ധി മെമ്മോറിയൽ മോഡൽ സ്കൂളും സ്വന്തമാക്കി. പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പുഴയോരത്ത് മുളങ്കാടുകൾ വെച്ചുപിടിപ്പിക്കൽ, കിണർ റീചാർജിംഗ് എന്നിവയിലൂടെയാണ് മലയോര പഞ്ചായത്തായ പായം പുരസ്കാരം നേടിയത്. സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഇതുവരെ 50,97,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന 51 കോടി വോട്ടർമാരിൽ 98.54% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 2ാം ഘട്ടത്തിൽ SIR നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 97% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കുന്നതിൽ BLOമാർക്ക് സൗകര്യമൊരുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾ സമഗ്രമായ നടപടികൾ കൈക്കൊണ്ടതായും അദ്ദേഹം വ്യക്തമാക്കി. അധിക ബൂത്ത് തല ഏജന്റുമാരെ നാമനിർദ്ദേശം ചെയ്യാനും പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കുന്നതിനായി സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികൾ BLOമാരുടെ ജോലിഭാരം ലഘൂകരിക്കുകയും പ്രക്രിയ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചതായും റിട്ട് ഹർജിയിൽ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിന്റെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുടെയും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നും തുടർന്നു. 2994 പേരാണ് സംസ്ഥാനത്ത് ഇന്നലെ വരെ പത്രിക സമർപ്പിച്ചത്. ഈ മാസം 21 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഡിസംബർ 9, 11 തീയതികളിൽ ബന്ധപ്പെട്ട ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണം. അതോടൊപ്പം സംസ്ഥാനത്തെ ഫാക്ടറി, പ്ലാന്റേഷൻ, മറ്റ് ഇതര വിഭാഗം ജീവനക്കാർക്കും കൂടി പൊതു അവധി ലഭ്യമാക്കുന്നതിനോ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനോ സൗകര്യം നൽകുന്നതിന് തൊഴിൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിന്യാസത്തിനും
അവയുടെ നീക്കം നിരീക്ഷിക്കുന്നതിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ EVM ട്രാക്ക് സോഫ്റ്റ്വെയർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർവഹിച്ചു. കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നതും സംസ്ഥാനത്ത് എല്ലായിടത്തും വോട്ടിംഗ് മെഷീനുകളുടെ നീക്കം ഒരുപോലെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതുമായ EVM ട്രാക്ക് ഭാവിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഫലപ്രദമായി വിനിയോഗിക്കാനാകുന്ന സോഫ്റ്റ്വെയറാണെന്ന് കമ്മീഷണർ പറഞ്ഞു. വിദ്യാഭ്യാസത്തിലൂടെയുള്ള സ്വഭാവ രൂപീകരണമാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങൾ വികസിത ഭാരതം എന്ന സ്വപ്നവുമായി കൂട്ടിയിണക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. തിരക്കുമൂലം ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ തീർത്ഥാടകർ ദർശനം നടത്താനാകാതെ തിരികെ പോകുന്ന സാഹചര്യവുമുണ്ടായി. വൈകുന്നേരത്തോടെ സ്ഥിതി നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. നട തുറന്നതു മുതൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മണ്ഡലകാലം ആരംഭിച്ച് രണ്ടാം ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുൻപായി നിയന്ത്രണാതീതമായ തിരക്കിൽ 15 മണിക്കൂറിലധികം ക്യൂ നിന്ന പലരും കുടിവെള്ളവും മറ്റും കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. വലിയ തിരക്കാണ് ഇന്നലെ രാത്രി മുതൽ പമ്പയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണത്തിന് കൂടുതൽ പോലീസുകാരെ ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഉച്ചയോടെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തുനിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിലയ്ക്കലിൽ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം സന്നിധാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മരക്കൂട്ടം ശരംകുത്തി സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കും. ഇവിടെ കുടിവെള്ളവും ലഘുഭക്ഷണവും ലഭ്യമാക്കും. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യമൊരുക്കുമെന്നും ശ്രീ K. ജയകുമാർ അറിയിച്ചു. മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് 20ഓളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് 500-600 പേരൊക്കെ ഇരിക്കും. ഈ 20-നകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടുതലും സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി 7 അഡീഷണൽ ആയിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങിന്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലയ്ക്കലിൽ ഇന്ന് സ്ഥാപിക്കും. കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് വെള്ളവുമായിട്ട് പോകാനുള്ള 200 പേര് അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളും ഉണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ 150 പേരെ കിട്ടിയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് 200 പേര് വരുന്നുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് 20,000-ആക്കി നിജപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിന് ക്രമീകരണം ഒരുക്കും. അതേസമയം ശബരിമലയിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് BJP നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. 56ാമത് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഗോവയിൽ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകുക. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബ്രസീലിയൻ ചിത്രം ദി ബ്ലൂ ട്രെയിലാണ് ഉദ്ഘാടന ചിത്രം. വേവ്സ് ഫിലിം ബസാർ, ഇഫിയസ്റ്റ, സിനിം AI ഹാക്കത്തോൺ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. കന്യാകുമാരി തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനം പാടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപങ്കാളിത്തത്തോടെ മാത്രമേ ഫലപ്രദമായ ജലവിഭവ പരിപാലനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 97% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി വെള്ളിയാഴ്ച വരെ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. തീർത്ഥാടകർക്ക് അധികം കാത്തുനിൽക്കാതെ ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. 56ാമത് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ ഗോവയിൽ തുടക്കം.
ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.